വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ ഈ മാർച്ച് മാസത്തിൽ ഒരുപാട് പേര് പ്രഗ്നൻസി പോസിറ്റീവായെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏകദേശം 69-ൽ കൂടുതൽ ആളുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ സമ്മർ സീസണിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവയിൽ 69 ആളുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്തത് ഈ ഒരു ടിപ്പ് മാത്രമല്ല, പക്ഷേ അവർ ഫോളോ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് ഈ ഒരു കാര്യമാണ് കേട്ടോ. ഇവരെല്ലാവരും തന്നെ കൃത്യമായി ഫോളോ ചെയ്തത് നെല്ലിക്കയാണ്. അതായത് നെല്ലിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാവരും തന്നെ ഒരു അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും നെല്ലിക്ക കഴിച്ചിട്ടുണ്ടാവും. നെല്ലിക്ക കഴിച്ചുകൊണ്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെല്ലിക്ക മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. നെല്ലിക്ക മാത്രം എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല കേട്ടോ. നെല്ലിക്ക വളരെ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസ് ഉപയോഗിച്ചു കഴിയുമ്പോൾ പുരുഷന്മാർക്ക് അവരുടെ സ്പേമിന്റെ മോട്ടിലിറ്റി, മോർഫോളജി, ക്വാണ്ടിറ്റി എന്നിവ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മോർഫോളജി അതായത് ആ സെമന്റെ സ്ട്രക്ചർ, ഹെഡ്, അതിന്റെ ബോഡി, അതിന്റെ ടെയില്, ഇങ്ങനെയുള്ള ഓരോ സ്ട്രക്ചറും കൃത്യമായിട്ട് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ആ സെമൻ മൂലം ഉണ്ടാകുന്ന ഭ്രൂണത്തിന് എന്തെങ്കിലും DNA സ്ട്രക്ചറിൽ ബുദ്ധിമുട്ടോ മറ്റുള്ള ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസം കൊണ്ടും സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടും അവരിലെ സെമന്റെ ക്വാളിറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഒരുപാട് നേരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നവർക്കും മൊബൈൽ ഫോൺ സൈഡ് പോക്കറ്റിൽ യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ ഇത്തരത്തിൽ സെമന്റെ ക്വാളിറ്റിയെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. അതെല്ലാം ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഉപയോഗിക്കുന്നത് പുരുഷന്മാരെ സഹായിക്കുന്നു. അത് മാത്രമല്ല, മോട്ടിലിറ്റി എന്ന് പറയുന്നത് സെമന്റെ ആ സ്വിം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയാണ്. ഇതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. പുരുഷന്മാർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെക്കാളും വളരെയധികം കൂടുതലാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കേട്ടോ. സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മളുടെ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് പലർക്കും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നത്. ഒരുപാട് പേര് പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ചേച്ചി, പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും PCOD ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചിരുന്ന ഭക്ഷണങ്ങൾ മാത്രം പറയേണ്ട, നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ മൈദ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, വീട്ടിൽ തന്നെയാണെങ്കിലും മൈദ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുന്നത്, ഇതെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് PCOD ഉണ്ടാക്കാനായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്ന കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ നെല്ലിക്ക ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 21 to 35 ഡേയ്സിനകത്തല്ല വരുന്നതെങ്കിൽ അതിനർത്ഥം ഒരു ഇറഗുലാരിറ്റി നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ ഒരു മാസം 28, അടുത്ത മാസം 35, അടുത്ത മാസം 38, ഇങ്ങനെയൊക്കെ സൈക്കിൾ ലെങ്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഓവുലേഷന് വേണ്ടിയിട്ടുള്ള സമയവും അതുപോലെ ലൂട്ടിയൽ ഫേസിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്തും തമ്മിൽ ഡിഫറൻസ് അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൂട്ടിയൽ ഫേസിൽ കൃത്യമായിട്ട് ഹോർമോൺസ് പ്രവർത്തിക്കാതെ വരികയും ഓവുലേഷൻ സമയത്ത് അണ്ടം വളരുന്നതിനേക്കാളും കൂടുതൽ ടൈം ശരീരത്തിന് കിട്ടുകയും ഒക്കെ ചെയ്യുന്നു. ഇത് ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. ഇത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നെല്ലിക്ക ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. അടുത്തതായിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നെല്ലിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നോർമലി നമ്മളുടെ ഉയരത്തിനും നമ്മുടെ പ്രായത്തിനും അനുസരിച്ചിട്ടല്ല നമ്മളുടെ ശരീരം ഭാരം പോകുന്നതെങ്കിൽ അത് നിങ്ങളിൽ എക്സസ് ആയിട്ട് ഫാറ്റ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നതിന് കാരണമാവുന്നു. എക്സസ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂടുകയാണെങ്കിൽ അത് പലരിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നതിനും അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും അത് സാരമായിട്ട് ബാധിക്കുന്നു. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ നെല്ലിക്ക ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ നോർമലായിട്ട് മെഡിസിൻസ് എടുക്കുമ്പോഴേക്കും ലെട്രസോൾ മെഡിസിൻ ആണെങ്കിലും കോമഫിൻ സിട്രേറ്റ് മെഡിസിൻ ആണെങ്കിലും നിങ്ങൾ എടുക്കുന്ന സമയത്ത് അണ്ടത്തിന്റെ വലിപ്പം വർദ്ധിക്കാറുണ്ട്. ഇത് കുറേയും കൂടി എഫക്റ്റീവ് ആയിട്ട് ക്വാളിറ്റിയോട് കൂടി അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മെഡിസിൻസ് എടുക്കുന്നതിനോടൊപ്പമാണെങ്കിലും നിങ്ങൾ നെല്ലിക്ക യൂസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. കൃത്യമായിട്ട് മൂപ്പെത്തി വളർന്ന് പൊട്ടുന്ന അണ്ടത്തിന് ശമനമായിട്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ DNA ഫോർമേഷനും സെൽ ഡിവിഷനും ഒക്കെ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ എഗ് ക്വാളിറ്റി നല്ലതുപോലെ ഉണ്ടെങ്കിലും സെമന്റെ ക്വാളിറ്റി നല്ലതുപോലെ ഉണ്ടെങ്കിലും അത് ഒരുപാട്
സഹായിക്കും. അതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു നെല്ലിക്കെങ്കിലും കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു കഴിയുമ്പോഴേക്കും ഓവുലേഷൻ സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. കാരണം പീരിയഡ്സ് റെഗുലർ ആക്കുന്നതോടൊപ്പവും എക്കോളജി കൃത്യമായിട്ട് ഇൻക്രീസ് ആവുന്നതോടൊപ്പവും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഓവുലേഷൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളും ഓവുലേഷൻ്റെതായിട്ടുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് കൃത്യം ഓവുലേഷൻ ഡേറ്റ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അതിലേക്ക് ശരീരത്തിന് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നെല്ലിക്ക ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല രണ്ടുപേർക്കും കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതായത് രണ്ടുപേരുടെയും സെക്ഷൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെല്ലിക്ക ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസയർ കൂടി വരികയാണെങ്കിൽ, അതായത് അതിന്റെ ആഗ്രഹം വർദ്ധിച്ചു വരികയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നോ, എത്രത്തോളം ആഗ്രഹിച്ചിരുന്നോ അത്രത്തോളം നല്ലതുപോലെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത്രമാത്രം എഫക്റ്റീവായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോഴേക്കും അത് സെമന്റെ ക്വാളിറ്റി അത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നതിനും അത് അകത്തേക്ക് കയറുന്നതിനുള്ള ഒരു സറൗണ്ടിങ്സും അതിന്റെ ബാക്കിയുള്ള സാഹചര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല സ്ത്രീ ശരീരത്തിലും പുരുഷന്റെ ശരീരത്തിലും ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ ബ്ലഡ് നല്ലതുപോലെ പ്യൂരിഫൈ ചെയ്തിട്ട് ഡിറ്റോക്സ് കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പ്യൂരിഫിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്ന ആ ഒരു ബ്ലഡിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നടക്കും. അതിനുള്ളൊരു സപ്പോർട്ടും നെല്ലിക്ക ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഏതെല്ലാം രീതികളിൽ ഇത് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെല്ലിക്ക അച്ചാറായിട്ട് കഴിക്കാം. പക്ഷെ ഒരുപാട് നിങ്ങൾ അച്ചാർ ഇട്ടിട്ട് അച്ചാർ പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നെല്ലിക്ക നിങ്ങൾ അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല. നോർമലി നിങ്ങൾക്ക് വെറുതെ തിന്നാനായിട്ട് പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും എഫക്റ്റീവ്. ചിലർക്ക് വെറുതെ തിന്നാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തന്നെ വീട്ടിൽ കുക്ക് ചെയ്തെടുക്കുന്ന അച്ചാർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിലോട്ട് ഒരുപാട് വിനാഗിരിയും ഒരുപാട് അച്ചാർ പൊടിയും ഒരുപാട് മുളക് പൊടിയും അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. പേരിന് അച്ചാർ പൊടിയും അതുപോലെ മുളക് പൊടി ആണെങ്കിലും കുറവ്, വിനാഗിരി ആണെങ്കിലും കുറവ്, ആ രീതിക്ക് വേണം നിങ്ങളത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചിലർ നെല്ലിക്ക ചമ്മന്തി അരക്കാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ കണ്ടന്റ് കൂടുതൽ നെല്ലിക്കയുടെ ആയിരിക്കണം. തേങ്ങ കുറച്ചിട്ട് നെല്ലിക്ക കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്നതാണ് ജ്യൂസ് അടിച്ച് കുടിക്കുക. അങ്ങനെ കുടിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനൊന്നും ഇഷ്ടമില്ല, ഒരെണ്ണം വെറുതെ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വെറുതെ കഴിക്കാവുന്നതാണ്. ചിലവർ കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉപ്പ് മുക്കി കഴിക്കാറുണ്ട്. ആ രീതി നിങ്ങൾ മാറ്റുക. കാരണം അപ്പോൾ എക്സസ് ആയിട്ട് സോൾട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുമല്ലോ. അതുകൊണ്ട് അങ്ങനെ കഴിക്കാതെ വെറുതെ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പീരിയഡ്സ് മുതൽ ഏത് ദിവസം വരെ വേണമെങ്കിലും നിങ്ങൾക്ക് നെല്ലിക്ക കഴിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരെണ്ണമെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് അത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.